ടി ജി പിണറായി വിജയൻ്റെ വീട്ടിലും മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ എക്സലോജിക്കിൻ്റെ ഓഫീസിൽ ഇങ്ങനെ റെയ്ഡ് നടക്കുകയാണ്, ഇ ഡിയുടെ റെയ്ഡ്. അപ്പോൾ അത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് കേരളത്തിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അഗ്നിപാതയിൽ കുരുത്ത തീ, അഗ്നിപാതയിലൂടെ നടന്ന തീയിൽ കുരുത്ത നേതാവാണ് പിണറായി, തൊടാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രസ്താവനകൾ വരുന്നുണ്ട്. അതിനിടയ്ക്ക് വി മുരളീധരൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടു. അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് CPM-നെ ഇല്ലാതാക്കാൻ മോദിക്ക് വേറെ പണിയൊന്നുമില്ലേ, ലോകത്ത് വേറെ എന്താ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ പരിഹസിച്ചു വിടുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ സതീശനുമായിട്ട് ചേർന്നുള്ള ഒരു, അതായത് ഇന്നലെ വി ഡി സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടു, ഇന്ന് റെയ്ഡ്, അപ്പോൾ അത് ഡീലാണ്, ഒരുമിച്ച് ഇല്ലാതാക്കാൻ നോക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അവർ ചെയ്യുന്നത് അറസ്റ്റ് തടയാനുള്ള ശ്രമമാണ്. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നാട്ടിൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് തൽക്കാലം അറസ്റ്റ് വേണ്ട എന്ന് ഇ ഡി തീരുമാനിക്കട്ടെ, അതിനുള്ള പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കൂട്ടം. ബാക്കി ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ഈ വി ഡി സതീശൻ മോദിയെ ചെന്ന് കണ്ട് എന്ത് ഡിസ്കസ് ചെയ്യാനാണ് റെയ്ഡ് നടത്തണമെങ്കിൽ? ഇനി അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ തന്നെ ഫോണിൽ നടത്തിയാൽ പോരാ, അതിന് ഡൽഹി വരെ പോകേണ്ട കാര്യം ചുമ്മാ ആകെ ഫൂളിഷായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സാണ്. വാസ്തവത്തിൽ പാർട്ടി ഇപ്പോൾ ആളെ വിളിച്ച് കൂട്ടുന്നത് അറസ്റ്റ് എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിയിട്ടാണ്. ഒരു പബ്ലിക് പ്രഷർ കാണുമ്പോൾ തൽക്കാലം അറസ്റ്റ് വേണ്ട എന്ന് ഇ ഡി തീരുമാനിച്ചാൽ അത്രയുമായില്ല. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കില്ല. ബട്ട് ഇ ഡി ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യാതെ നാളെയും ഇ ഡി കയറി ചെല്ലുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് എത്ര നേരം ഈ റോഡിൽ കിടക്കാൻ പറ്റും? അത് വലിയ പ്രശ്നമാണ്. ഇപ്പുറത്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കുഴപ്പം, അവരാണ് ഏറ്റവും സ്മാർട്ടെന്ന് അവർ വിചാരിക്കുന്നു. ഇതും ഇതിനേക്കാൾ വയലൻ്റായിട്ടുള്ള പശ്ചിമ ബംഗാൾ കൈകാര്യം ചെയ്ത ആൾക്കാരാണ് ഇ ഡി. പല സ്ഥലത്തും അവർക്ക് വെച്ച കാലം പുറകോട്ടെടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇമാജിൻ, റെയ്ഡ് നടക്കുന്ന സ്ഥലത്ത് സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ വന്നിട്ട് ഇ ഡിയുടെ കയ്യിൽ നിന്ന് കമ്പ്യൂട്ടർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയ സ്ഥലമാണ് ബംഗാൾ. അത്രയൊന്നും കേരളത്തിലായിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും ഗേറ്റിന് പുറത്താണ് CPM നിൽക്കുന്നത്, അകത്തേക്കൊന്നും വന്നിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ പിണറായി സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററും അല്ല. അപ്പോൾ അതുകൊണ്ട് CPM-ൻ്റെ ഓപ്ഷൻസ് വളരെ കുറവാണ്, വളരെ കുറവാണ്. ആൾക്കാരെ വെച്ച് ബഹളം വയ്ക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇ ഡിക്ക് തോന്നിയ പോലെ ചെയ്യും. എനിക്ക് ഈ ഹൈക്കോടതി ഒരു സ്റ്റേ ഉണ്ടായിരുന്നു, അത് വെക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ശരിയൊന്നുമില്ല. ഹൈക്കോടതി ഉത്തരവും ഇതുമായിട്ട് റെയ്ഡുമായിട്ട് ബന്ധമൊന്നുമില്ല. റെയ്ഡ് പാടില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തടഞ്ഞിട്ടൊന്നുമില്ല. അത് എൻറ്റയർലി ഡിഫറെൻറ്റ് മാറ്റർ ഇതാണ്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻറ്റ് ലീഗൽ ഇഷ്യൂ ആണ് CMRL ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. അതിൽ വീണയോ ഒന്നും ആരും വാദിയോ പ്രതിയോ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഹൈക്കോടതി അനുമതി കൊടുത്തു, അതുകൊണ്ട് ഇ ഡി കയറി എന്ന് പറയുന്നത് ശരിയല്ല. ഇ ഡി വാസ്തവത്തിൽ ഇതിന് മുമ്പേ തന്നെ ഈ ഓപ്പറേഷൻ നടത്തേണ്ടതായിരുന്നു. അതെന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഒരു മഹാകാര്യം ഇ ഡി ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. എത്ര കാലമായി ഈ കേസ് തുടങ്ങിയിട്ട്? ഇതിനോടകം സകല തെളിവും എല്ലാം നശിപ്പിച്ചു കാണും. എന്തെങ്കിലും ബാക്കിയുണ്ടാകും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കേസ് അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലെത്താൻ ഇനിയും ഒരുപാട് താമസിക്കും.